വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! വെളിച്ചമുണ്ട്. ഇനി വെളിച്ചത്തിനൊരു വെളിച്ചമുണ്ട്. ഡോക്ടർ ലീലാവതി പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ സാഹിത്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യകൃതികൾ പഠനവിധേയമാക്കിയ ആളുകൾ അവര് പറഞ്ഞു, ഈ സാഹിത്യം ഖുർആന്റെ സാഹിത്യമാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. പറയുന്ന മനസ്സിലാകുന്നു. എന്റെ പൊന്നു ചെറുപ്പക്കാരായി നിന്ന് ഈ സാഹിത്യകാരന്മാരെ വായിക്കൊള്ളെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് സാഹിത്യം പഠിപ്പിച്ചു കൊടുത്ത ഖുർആനാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചം. വില്യം ഷേക്സ്പിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, വാർദ്ധക്യം രണ്ടാം ബാല്യമാണ്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അത് രണ്ടാം ബാല്യമാണ്. കൊച്ചുകുട്ടികൾ വാശി പിടിക്കുന്ന എന്തൊക്കെയുണ്ട് അതിനെല്ലാം കളവന്മാരും വാശി പിടിക്കും. ഏറ്റവും വലിയ വാർദ്ധക്യം. ഇത് ആര് പറഞ്ഞതാണ്? ഖുർആൻ. എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. വില്യം ഷേക്സ്പിയർ പഠിച്ചത് അവിടെ നിന്നാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകമാണ് KPSCയുടെ നാറാണത്ത് ഭ്രാന്തൻ. ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇത് ഞാൻ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. ബാക്കി നിങ്ങൾ ഇനി ഡയഗ്നോസ് ചെയ്തോണം. ഞാൻ പറയുന്നത്, ഈ നാടകത്തിൽ നാറാണത്ത് ഭ്രാന്തൻ എന്നൊരു സാധനമുണ്ട്. രാവിലെ മുതൽ അയാൾ കല്ലുരുട്ടി കയറ്റും പാറയുടെ ഈ പർവ്വതത്തിന്റെ മുകളിൽ. അങ്ങ് മുകളിൽ ഉരുട്ടി കയറ്റിയിട്ട് അയാൾ നേരെ എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോൾ ഉരുട്ടി താഴോട്ട് വിട്ടിട്ട് കൈ കൊട്ടിച്ചിരിക്കും. ആര്? നാറാണത്ത് ഭ്രാന്തൻ അല്ലേ? അങ്ങനെയല്ലേ? ഇതെവിടുന്ന് കിട്ടി ഈ സങ്കല്പം? ഇതൊരു വലിയ കഥാപാത്രമാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഖുർആന്റെ ഏതെങ്കിലും ഒരു പരിഭാഷ വായിച്ച ഒരാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്ന വേറൊരു പേരിട്ടിട്ട സാധനമായിരിക്കും ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ സഹോദരങ്ങളെ, പരമാണു മുതൽ പരലോകം വരെ പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഖുർആനാണ്. അത് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാണ്, അത് ചിന്തിക്കാഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് മക്കയിൽ. ولا تكونوا كالتي نكلت غزلها من بعد قوة أنكاثا. വലാ തകൂനു, മക്കയിലെ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ല. കല്ലത്തി, ആ പെണ്ണിന്റെ ജോലി എന്താന്നറിയുമോ? നക്കലത്ത് ഗസിലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവള് നൂലിങ്ങനെ നൂറ്റുകൊണ്ടേയിരിക്കും. വൈകുന്നേരമാകുമ്പോൾ അത് തിരിച്ചു കറക്കിയിട്ട് ആ നൂല് മുഴുവനും വലിച്ചു കളയുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ആ പെണ്ണേതാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിങ്ങനെ കറക്കും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിറക്കി മുഴുവൻ അടിച്ചു കളയും. അങ്ങനെ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകാൻ പാടില്ല. ആ ഒരു ചിത്രത്തിൽ നല്ലേ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായി. അല്ല, ഇത് തഫ്സീറും ഖുർആനും ഒന്നുമല്ല, എന്റെ ചിന്ത ഞാൻ പറയുന്നതാണ്. ഈ ചെറുപ്പക്കാർക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സമയം വെറുതെ കളയരുത്. അള്ളാഹു റസൂൽ പറഞ്ഞു, നിഅമത്താനി മഗ്ബൂബത്താനി കസീറും മിനന്നാസ്. അള്ളാഹു നൽകിയ രണ്ട് അനുഗ്രഹം, വിലപിടിപ്പുള്ള രണ്ട് അനുഗ്രഹം, പക്ഷെ ജനങ്ങൾക്ക് അതിന്റെ വില അറിയില്ല. അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് കിട്ടുന്ന സമയം. ആരോഗ്യം പോയി കഴിഞ്ഞിട്ട് പിന്നെ പരിതപിച്ചിട്ട് കാര്യമില്ല. ഒഴിവ് കിട്ടുന്ന സമയം അതൊരു വലിയ സമയമാണ്. ആ സമയം ഈ പബ്ലിക് ലൈബ്രറി പോയി വായിച്ച് പഠിച്ച് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്ക് ഞാനൊരു നല്ല ഓഫർ തരാം. കാരണം എന്താ? നിങ്ങളുടെ സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചാൽ നാളെ കുറെ നീണ്ട സമയം അള്ളാഹു നിങ്ങൾക്ക് ചുരുക്കി തരും. നിങ്ങൾ ഇവിടത്തെ സമയം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? നാളെ നിങ്ങൾക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റാത്തൊരു സമയം, അനുഭവിക്കാൻ പറ്റാത്തൊരു സമയം, ആ സമയം അള്ളാഹു നിങ്ങൾക്ക് ചുരുക്കി തരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാളെ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോ പരലോകത്തെ ഒരു ദിവസം ഇവിടത്തെ എത്ര വർഷമാണ്? في يوم كان مقداره 50,000 سنة. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്തെ ഒരു ദിവസം ഈ ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ. പരലോകത്തെ ഒരു ദിവസം ഈ ദുനിയാവിലെ 50,000 വർഷത്തിന് തുല്യമാണ്. സഹോദരങ്ങളെ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. താഴെ ചെമ്പിന്റെ തറയാണ്. ആ സമയത്ത് ഈ കാലഘട്ടത്തിൽ 15 കോടി കിലോമീറ്റർ മുകളിൽ സൂര്യൻ നിന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെങ്ങനെ ആ 50,000 വർഷം ഈ സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുന്നത്? ഇവിടെ 1 മണിക്കൂർ ഫാനില്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പൊ ഒരു ചാൺ മുകളിൽ ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോ 50,000 വർഷം എങ്ങനെയാ അതിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്?
അള്ളാഹു നമ്മളെ ആ സമയത്ത് മോചിപ്പിക്കട്ടെ. പക്ഷെ 50,000 വർഷം അള്ളാഹു ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കും. പരലോകത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് എന്താ? സൂര്യൻ ഒരു ചാണ് മുകളിൽ നിൽക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാര് പോലും കിടന്നിട്ടോടും. അല്ലേ? കാന നബിയം മുൻജിൽ ഉമ്മ യൗമ യഖൂലുൻ നാസു ലിജമ്മ നഫ്സിയ 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 ഹത്താ അഹിലു റിസാല യഇനി ആദമ മൂസ വഈസ വനൂഹ ലാഹി ഖലീലാ. ഖലീല ഇബ്രാഹിം നബി ഓടും പരലോകത്ത്. ആരെ കാണുമ്പോ? പൊന്നുമോനാ ഇസ്മായിലിനെ കാണുമ്പോ. പൊന്നുമോനാ ഇസ്മായിലിനെ കണ്ടാൽ ഇബ്രാഹിം നബി കിടന്നോടാൻ തുടങ്ങും, കാണാതെ ഒളിച്ചു നടക്കും. റസൂലുള്ള പറഞ്ഞു, കാരണം എന്താ? ഇബ്രാഹിം നബിയുടെ ചിന്ത എന്താ? പൊന്നുമോൻ ഇസ്മായിൽ എങ്ങാനും കണ്ടിട്ട് വാപ്പാ ഒരു സുബ്ഹാനല്ലാഹുടെ പ്രതിഫലം എനിക്ക് തരാൻ പറഞ്ഞാല് ചോദിക്കുന്നത് പൊന്നുമോനല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുവോ? ചോദിക്കുന്നത് മഹിസറയിലല്ലേ, കൊടുക്കാൻ പറ്റുവോ? ഇബ്രാഹിം നബി മോനെ കണ്ട ഒളിച്ചടക്കും. അപ്പൊ ഒരു സുബ്ഹാനല്ലാഹുടെ പ്രതിഫലം എനിക്ക് തരാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും, പരലോകമല്ലേ? ചോദിക്കണം മോനല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് കിടക്കും? ഒളിച്ചു കിടക്കും. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബിതങ്ങൾ ഇങ്ങനെ ഉഹുദ് മലയുടെ ചൊല്ലിക്കൊണ്ട് നടക്കുക. റസൂലുള്ള അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദറെ ഈ മല കണ്ടു നബിയെ, ഈ മല മുഴുവനും അള്ളാഹു എനിക്ക് സ്വർഗ്ഗമാക്കി തന്നാൽ ഉഹിബു ഇല്ലാ നകൂന ഹാക്കദ വഹാക്കദ വഹാക്കദ. നബിതങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു, ഈ മല മുഴുവനും അല്ല എനിക്ക് സ്വർഗ്ഗമാക്കി തന്നാൽ ഉഹിബു ഇല്ലാ നകൂന ഹാക്കദ വഹാക്കദ വഹാക്കദ. ഇത് മുഴുവൻ ഇങ്ങനെ ഞുള്ളിയെടുത്തിട്ട് ഓരോരുത്തർക്ക് സദക്ക ചെയ്യാനാ എനിക്കിഷ്ടം, എനിക്ക് ഇതിന്നൊന്നും വേണ്ട. ഒരു മല മുഴുവനും നബിതങ്ങൾക്ക് സ്വർഗ്ഗമായാലും നബിതങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ 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 കാണിക്കും. നമുക്ക് 1000 രൂപ കിട്ടിയാലും നമ്മൾ ഹാക്കഥ വഹാക്കഥ വഹാക്കഥ അങ്ങനെ എണ്ണി വെച്ചുകൊണ്ടിരിക്കും. ഒരു രാജാവ് മട്ടുപ്പാവിൽ നിന്ന് നോക്കിയപ്പോ താഴെ കടന്നിട്ട് ഒരു യാചകൻ സുഖമായിട്ട് കടന്ന് രാത്രി ഉറങ്ങുന്നു. രാജാവിനാണെങ്കിൽ ഉറക്കമില്ല, ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. ഇപ്പൊ രാജാവ് ചിന്തിച്ചു, മന്ത്രിയോട് ചോദിച്ചു, ആ പാവപ്പെട്ട തെണ്ടി യാചകൻ അവൻ മരത്തിന്റെ ചുവട്ടിൽ സുഖമായിട്ട് ഉറങ്ങുന്നു, എനിക്കാണെങ്കിലോ ഈ സ്വർണ്ണക്കട്ടിലേ കിടന്നിട്ട് വെഞ്ചാമരം വീശുന്ന തോഴിമാരെന്നെ വീശിയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. മന്ത്രി ചോദിച്ചു, അയാൾ ഉറങ്ങുന്ന കാണുമ്പോൾ രാജാവിന് അസൂയ തോന്നുന്നു. എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു. ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ, ഈ വലിയ ബെൻസുകാരന്റെ ബായ്ക്ക് ഭാഗത്ത് ഇങ്ങനെ ചാരിയിരുന്ന് ഭയങ്കര ഈ ലാപ്ടോപ്പിന്റെ ബട്ടണിൽ വിരളമർത്തി നടത്തി പോകുന്ന വലിയ വ്യാപാരികളെ കാണുമ്പോൾ നമ്മൾ പറയും, ഊഹ് തള്ളേ എന്തൊരു സുഖം അവന്. ആ സുഖം ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുന്നത് ആരാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കൈ നീട്ടി കിട്ടുന്ന പൈസ കൊണ്ട് ഉച്ചയ്ക്ക് പോയൊരു ചോറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഏമ്പൊക്കെ വിട്ട് നേരെ വന്ന് തൊട്ടടുത്ത് കിടക്കുന്ന മാവിന്റെ മരത്തിന്റെ തണലിൽ ഈ കൈമുട്ട് ചാരി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു യാചകന്റെ മനസ്സുഖം ലോകത്തൊരു പണക്കാരനും കിട്ടൂല. കിട്ടുമോ? കാരണം അവൻ എഴുന്നേറ്റാൽ ഒരു പേടിയിൽ അടുത്തത് ആരെങ്കിലും തരും. അപ്പൊ മന്ത്രി ചോദിച്ചു, ഇവന്റെ ഉറക്കം ഞാൻ കെടുത്തി തരട്ടെ? രാജാവ് എന്നാന്ന് കെടുത്തിത്താ. മന്ത്രി അവൻ അടുത്തോട്ട് വിളിച്ചിട്ട് 100 സ്വർണ്ണ നാണയം കൊടുത്തു, രാജാവിന്റെ പാരിതോഷികമാണ്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഇനി രാജാവ് നോക്കൂ. കുറെ കഴിഞ്ഞപ്പോ ഇയാള് ആ സ്വർണ്ണ നാണയം തലേണയുടെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് ഇയാള് കിടന്നു. ഒരു 10 മിനിറ്റ് ചാടി എഴുന്നേറ്റ് തലേണ പൊക്കി എണ്ണി നോക്കി, വീണ്ടും വെച്ചു. 10 മിനിറ്റ് വീണ്ടും എഴുന്നേറ്റ്. പിന്നെ അവൻ 1 മണിക്കൂറിലെ 10 ഒരാൾ ഇത് എണ്ണി നോക്കലും തണയാണി പൊക്കി നോക്കലും, ഇത് ഉണ്ടോ ഇല്ലയോ. അപ്പൊ ഉണ്ടെങ്കിൽ വലിയ ടെൻഷനാ, ഇല്ലെങ്കിലോ പരമസുഖം, ഇല്ലെങ്കിൽ പരമസുഖം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇബ്രാഹിം നബി ഓടും ഇസ്മായിൽ നബിയെ കാണുമ്പോൾ. കാരണം നാളെ അവിടെ ആരും നമുക്ക് പ്രയോജനം ചെയ്യില്ല. അവിടെ പ്രയോജനം ചെയ്യുമെങ്കിൽ ഇവിടത്തെ സമയം അള്ളാഹ്ക്ക് വേണ്ടി കളയണം. ആ സമയത്ത് പരലോകത്തെ 50,000 വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ചില ആളുകൾക്ക് കുറച്ചു കൊടുക്കും. എത്രയായിട്ട് കുറയ്ക്കും? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്,